നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. സൗദിയിൽ ശക്തമായ സ്വദേശവൽക്കരണമാണ് നിലനിന്ന് വരുന്നത്. ഇതിൽ നിന്നും ഒത്തിരിയേറെ പ്രവാസികൾക്ക് ജോലി നഷ്ടപ്പെട്ട ഇപ്പോൾ ദുബായും സൗദിക്ക് പിന്നാലെ സ്വദേശവൽക്കരണം ശക്തമാക്കിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. വാർത്തയിലേക്ക് യുഎഇയിലെ മുൻനിര ഉപഭോക്തൃ സഹകരണ പ്രസ്ഥാനമായ യൂണിയൻ കോപ്പിൽ സ്വദേശവൽക്കരണം ശക്തമായ രീതിയിൽ മുന്നേറുന്നുവെന്നാണ് ലഭ്യമാകുന്ന വിവരം. ജീവനക്കാരിൽ 37% ഇമറാത്തികളാണിപ്പോൾ. മുൻവർഷത്തെ അപേക്ഷിച്ച് 30% വർധനവാണിത് കാട്ടുന്നത്. 423 സ്വദേശി ജീവനക്കാരും 725 പ്രവാസി ജീവനക്കാരുമാണ് സ്ഥാപനത്തിലുള്ളത്. സ്വദേശവൽക്കരണത്തിന് മുൻഗണന നൽകണമെന്ന യുഎഇ ഭരണകൂടത്തിന്റെ നിർദ്ദേശത്തിന് ചുവട് പിടിച്ചാണ് യൂണിയൻ കോപ്പ് അതിവേഗം ഇമറാത്തി ജീവനക്കാരെ തങ്ങളുടെ തൊഴിൽ സേനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ദുബായ് 2021 പ്ലാനറ്റിന്റെ ഭാഗമായി സ്വകാര്യ മേഖലയിൽ യുഎഇ സ്വദേശികൾക്ക് പ്രാമുഖ്യം നൽകാനുള്ള യൂണിയൻ കോപ്പിന്റെ നിതാന്ത പരിശ്രമത്തിന്റെ ഫലമാണിതെന്ന് യൂണിയൻ കോപ്പ് സിഇഒ ഖാലിദ് ഹുമൈദ് ബിൻ ദിബാൻ അൽ ഫലാസി വ്യക്തമാക്കുകയുണ്ടായി. സ്വകാര്യ മേഖലയിൽ ഇമറാത്തിവൽക്കരണം സാധ്യമാക്കുന്നതിന് സഹകരണ മേഖലയ്ക്ക് വലിയ പങ്കുവഹിക്കാനാവും. പഴയ സഹകരണ നിയമം അടിസ്ഥാനമാക്കിയാണ് സഹകരണ ഉപഭോക്തൃ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നതെന്നതിനാൽ പല വെല്ലുവിളികളും നേരിടുന്നുണ്ട്. ജനറൽ പെൻഷൻ, സാമൂഹിക സുരക്ഷാ നിബന്ധനകൾ തുടങ്ങിയ വ്യവസ്ഥകളിൽ പരിഷ്കരണം വരുത്തുന്നത് സ്വകാര്യ മേഖലയിൽ സ്വദേശവൽക്കരണം പ്രോത്സാഹിപ്പിക്കാൻ കൂടുതൽ കരുത്തു പകരുന്നതായിരിക്കും. ഒരു മുദ്രാവാക്യമല്ല, മറിച്ച് ദേശീയ ദൗത്യം എന്ന നിലയിലാണ് യൂണിയൻ കോപ്പ് സ്വദേശവൽക്കരണം നടപ്പിലാക്കുന്നതെന്ന് ഫലാസി വ്യക്തമാക്കുകയും ചെയ്തു. എല്ലാ ദേശീയ സ്ഥാപനങ്ങളും ഇതിന് പ്രാമുഖ്യം നൽകണം എന്നും അദ്ദേഹം പറയുകയുണ്ടായി. സാമ്പത്തിക പ്രവർത്തനം മാത്രമല്ല, ഇത്തരം ദേശീയ ദൗത്യങ്ങളും പ്രകടന മികവിന്റെ മാനദണ്ഡമായി എണ്ണപ്പെടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.